ഇന്നത്തെ കാലത്ത് കുട്ടികൾ മൊത്തം രക്ഷിതാക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നു. അവരൊരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കുന്നു. അപ്പോൾ ഇത് രക്ഷിതാക്കൾക്ക് കുട്ടികളുമായി പഴയ പോലെയുള്ള അടുപ്പമില്ല, അടുക്കാൻ സമയം കിട്ടുന്നില്ല, കുട്ടികൾക്ക് അതിൽ താല്പര്യമില്ല. രക്ഷിതാക്കൾക്ക് ഇതിനെന്ത് ചെയ്യാൻ കഴിയും? രക്ഷിതാക്കൾക്ക് അതിൽ ചെയ്യാൻ കഴിയേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇപ്പോഴത്തെ ഈ 2010 മുതൽ ജനിച്ച കുട്ടികളെയാണ് നമ്മൾ അൽഫ ജനറേഷൻ എന്ന് പറയുന്നത്. ഈ കുട്ടികൾക്ക് കുറേ പ്രത്യേകതകളുണ്ട്. നമുക്ക് ജനിച്ച മക്കൾ ജനിച്ച യുഗത്തെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചും അവർ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ ഒരു പിതാവിന് ശരിക്ക് ഒരു അവബോധം ഉണ്ടാകണം. നമ്മളിപ്പോൾ പാരൻ്റ് പറയുമ്പം PA എന്നുള്ളതിൽ പറയുന്ന അവയർനെസ് എന്ന സംഗതി ഉണ്ടാവണം. ഈ കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. അതിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ നിന്നാൽ നമുക്ക് ഒരിക്കലും അവരതിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. നമുക്കാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കൽ നിർബന്ധമാണ്. ഭക്ഷണം വിളമ്പിയതിന് ശേഷം അത് എടുക്കരുത്, കഴിക്കരുത് എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അതാണ് ജനറേഷൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളിങ്ങനെ എപ്പോഴും പഠിക്കണം എന്ന് കുട്ടിയോട് പറയും. ഇവർക്ക് പരീക്ഷയുടെ തലേന്നേ അവർ പഠിക്കുള്ളൂ. കാരണം ഈ കാര്യങ്ങളൊക്കെ ഗൂഗിളിലുണ്ട്. പിന്നെ എഴുതണ്ട, വായിക്കണ്ട, ഹോംവർക്ക് ചെയ്യണം, ഇങ്ങനെ അവസ്ഥ ചെയ്യുക. നമ്മൾ വന്നൊരു രീതി വേറൊന്നായിരുന്നു. നമ്മളെല്ലാം തലയിൽ കയറ്റി വെക്കുന്ന ഒരു സ്വഭാവക്കാരായിരുന്നു. ഇവർക്ക് അങ്ങനെ സംഗതി ഇല്ല. പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ കാര്യം അവർ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ എന്താ ഇപ്പോൾ പറഞ്ഞിട്ട് കേൾക്കാത്തത്, എന്താ അത് അനുസരിക്കാത്തത് എന്നാണ്. ഒന്നാമത് കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടികളെ പഠിക്കാൻ യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. കുട്ടികളുടെ കൂടെ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്, ഉപ്പ ഉമ്മ അച്ഛൻ അമ്മ ഞങ്ങളെ കൂടെ ഉണ്ടാവണം. പക്ഷെ അവരാഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തായിരിക്കും. നമ്മൾ അവർ കൂടെ ഉണ്ടാവണം എന്നുള്ള സമയത്ത് അവരും പുറത്തായിരിക്കും. ഇതിനെന്താ പരിഹാരമുള്ളത്? രണ്ടു കൂട്ടരും ഒന്നിച്ചിരിക്കുന്നു. അപ്പോൾ ഫുഡെങ്കിലും കഴിക്കുമ്പോൾ ഒന്നിച്ചിരിക്കാനോ, പുറത്ത് പോകുന്ന സമയത്തൊന്ന് ഒന്നിച്ച് പോകാനോ, വീട്ടിലൊരു കാര്യം ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ ആ കുട്ടികളൊന്ന് വിളിച്ചൊന്ന് കൂടി ആലോചിക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എത്രത്തോളം സ്പേസ് ഒരു വീട്ടിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് എത്ര സ്പേസ് കൊടുക്കുന്നോ ആ വീട്ടിൽ എല്ലാം നടക്കും. അവിടെ നമുക്ക് ഒരിക്കലും തന്നെ ഈ ജനറേഷനെ കുറ്റപ്പെടുത്തി പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് കുട്ടികളെ കുറിച്ചൊരു അവയർനെസ് നമുക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ വന്ന അതേ രീതിയിൽ നമ്മളെ മക്കൾ വരണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഒരു പ്രശ്നം. ഒരു കാര്യം, ഒരാളൊരിക്കൽ എൻ്റെ മകൻ ഇങ്ങനെ ആവുന്നില്ല, എൻ്റെ ഭാര്യ ഇങ്ങനെ ആവുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞത് നിങ്ങളെപ്പോലെ അവനെ ആക്കാതിരുന്നാൽ മതി, അവളെ ആക്കാതിരുന്നാൽ മതി എന്നാണ്. ശരിക്കും ആ പോയിന്റിലേക്ക് രക്ഷിതാക്കൾ എത്തുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല.